അക്ബർ ഷാ ഇപ്പോൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോടും കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസും നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗൈസ്. നല്ല മഴയാണ്. മഴയുള്ള തണുത്ത ഒരു പ്രഭാതത്തിലാണ്. അലി അക്ബർ ഷായിൽ തുടങ്ങാം. അലി, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്താണ്? എത്രത്തോളം മഴയുടെ ദുരിതം അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് കൊച്ചിയിലും ഒപ്പം മധ്യ കേരളത്തിലും? വെരി ഗുഡ് മോർണിംഗ് സുജിയ. എറണാകുളത്ത് കനത്ത മഴ തുടരുകയാണ്. ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴയാണ് ഇന്ന് പുലർച്ചെ വരെയും ശക്തമായ രീതിയിൽ തന്നെ തുടരുന്നത്. ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ചെറുതായി ഒന്ന് ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ട്. MG റോഡ് ഉൾപ്പെടെയുള്ള നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉൾപ്പെടെ ഈ രാത്രി അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും രാവിലെ ആയതോടുകൂടി പനമ്പള്ളി നഗറിലൊക്കെ വെള്ളമിറങ്ങി ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടാണ്. എറണാകുളം ജില്ലയിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പ് കാക്കനാട് മാർ അത്തനേഷ്യസ് സ്കൂളിലാണ്. ഇവിടേക്ക് 8 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. 8 കുടുംബങ്ങളിൽ നിന്നായുള്ള ഏകദേശം 20ഓളം ആളുകളാണ് ഇപ്പോൾ കാക്കനാടുള്ള ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ളത്. ഇവർ കീരേരി മലയിലെ നിവാസികളാണ്. അവിടെ നിന്നും ഇന്നലെ ഈ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ്. അവിടെ നിന്നുമാണ് ഇന്നലെ ഇത്രയും കുടുംബങ്ങൾ 8ഓളം കുടുംബങ്ങളെ ഈ കാക്കനാടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ ഈ രോഗികൾ ഉൾപ്പെടെ ക്യാമ്പിലുള്ള സാഹചര്യമുണ്ട്. പ്രായമായ ആളുകൾ ഉൾപ്പെടെ ക്യാമ്പിലുണ്ട്. ഈ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ് ഈ കീരേരി മല ഭാഗം ഒക്കെ തന്നെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ദുരിതം ഉണ്ടായിട്ടുള്ള സ്ഥലം കൂടിയാണ്. നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോയാൽ, ചേച്ചി, എത്ര പേരാണ് കൃത്യമായി ഇവിടെ ഉള്ളത്? ഇപ്പോൾ ഇവിടെ 19 പേരല്ലേ? 19 കുടുംബങ്ങളുണ്ട്. 19 ആളുകൾ. 19 ആളുകളുണ്ട്. എപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റിയത്? ഞങ്ങൾ ഇന്നലെ 5 മണിയോടുകൂടി ഇങ്ങോട്ട് മാറ്റി. ഇപ്പോൾ രോഗികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് അവസ്ഥ? രോഗികളിപ്പോൾ 2 പേര് തന്നെ ഇച്ചിരി കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ട്. ശ്വാസം മുട്ടും ഈ ചേട്ടനും ഇങ്ങനെ. പിന്നെ ഇന്നലെ ഞങ്ങളുടെ അവിടെ കുറച്ച് ഇടിഞ്ഞ്. അപ്പോൾ ഞങ്ങളിതിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കുന്നതാണ്. എല്ലാ പ്രാവശ്യവും അവർ നമ്മളെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് ആക്കും, പിന്നെയും കൊണ്ടുപോകും. ഇനിയിപ്പോൾ ഈ പ്രാവശ്യവും കൂടിയും മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. ഫലം ശരിയായിട്ടുണ്ട്. അപ്പോൾ വീട് നമുക്ക് ഞാനൊരു വീട് പണിത് തന്നെ. അതായത് ഈ നിങ്ങളെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ആരംഭിച്ച സ്ഥലം എടുത്തിരുന്നു. അത് എവിടെ എത്തി? ഈ പൊയ്ച്ചിറയിൽ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വീടും കൂടിയും അതിൽ വേണം. അതിനിപ്പോൾ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ഈ വർഷവും കൂടി ഇങ്ങനെ പോകുമെന്ന് ഉറപ്പ് തന്നേക്കണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അധികൃതർ കൃത്യമായി എത്തിക്കുന്നുണ്ടല്ലോ? കൃത്യമായിട്ട് എത്തിക്കുന്നുണ്ട്. വേറെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സുജിയ, ഇതാണിപ്പോൾ എറണാകുളം ജില്ലയിൽ ആകെ തുറന്നിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ്. ഇതാണ്. ഇവിടെ രോഗികൾ ഉൾപ്പെടെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സർജറി കഴിഞ്ഞ ആൾക്കാർ ഉൾപ്പെടെ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയുന്നത് പോലെ ഈ കീരേരിമല എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുൻവർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ കാലവർഷം എത്തുമ്പോൾ വലിയ കെടുതി അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. അവരെയൊക്കെ ഇത്തരത്തിൽ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം തുടർക്കഥയാണ്. കഴിഞ്ഞതിന് മുൻപത്തെ വർഷം ഇതേ മാർ അത്തനേഷ്യസ് സ്കൂളിലേക്കാണ് ഈ കീരേരിമലയിലെ ഇതേ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇവിടെ ഇന്നലെ വൈകിട്ടോടു കൂടിയാണ്, 5 മണിയോട് കൂടിയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആളുകൾ എത്തിയത്. 8 കുടുംബങ്ങളിൽ നിന്നുള്ള 20ഓളം ആളുകൾ, അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 8 കുടുംബങ്ങളിൽ നിന്നുള്ള 20ഓളം ആളുകളാണ് ഇപ്പോൾ ഈ ക്യാമ്പിൽ തുടരുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രിയിലുണ്ടായ വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലും രൂക്ഷമായി തുടരുകയാണ്. പനമ്പള്ളി നഗർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വിവിധ ഇടങ്ങളിൽ കടകളിലേക്ക് വെള്ളം കയറിയ സാഹചര്യമുണ്ട്. ഈ വൈറ്റിലയിലെ ജനതാ ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. അത്തരത്തിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാവിലെയും ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ പേരണ്ടൂർ കനാൽ ഉൾപ്പെടെയുള്ള കനാലുകൾ കരകവിയാനുള്ള സാഹചര്യവും തള്ളിക്കളയാനാവില്ല. അത്തരത്തിൽ കരകവിഞ്ഞൊഴുകുകയാണ് എങ്കിൽ വലിയ രീതിയിലുള്ള മലിനജലം ഈ വീടുകളിലേക്ക് കയറുന്ന, കടകളിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും ചെറിയൊരു ശമനം അല്പസമയം മുമ്പ്, മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് ചെറിയ രീതിയിലുള്ള ശമനം മഴയ്ക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തീരമേഖലയാണ്. എറണാകുളം വലിയ തീരമേഖല വരുന്ന ഒരു ജില്ല കൂടിയാണ്. തീരമേഖലകളിൽ വലിയ ആശങ്ക തുടരുകയാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ പല ഭാഗങ്ങളിലും ഈ ടെട്രാപോഡ് വന്ന് ഒരു സുരക്ഷിതമായി എങ്കിൽ കൂടി കണ്ണമാലി ഭാഗങ്ങളിലേക്കൊക്കെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കാരണം അവിടേക്ക് കടൽഭിത്തി വന്നിട്ടില്ല. അവരുടെ ദീർഘനാളായുള്ള ആവശ്യമാണ്, നടപ്പായിട്ടില്ല എന്നതുൾപ്പെടെയുള്ള ആശങ്കകളുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശമുണ്ട്. എന്തായാലും കനത്ത മഴ, ശക്തമായ മഴ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ ഘട്ടത്തിലും തുടരുകയാണ്. സുജയ. ഓക്കെ, അലി അക്ബർ ഷായാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ചേർന്നത്. ഈ വാർത്ത